ബിയോണ്ട് ദ ബസ്. അണിചേരാം ലഹരിക്കെതിരെ. നിർവഹണം ഭാഗ്യലക്ഷ്മി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും ഭയാനകമായ വിപത്തുകളിലൊന്നാണ് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം. പല രൂപത്തിലും ലഹരി ഇന്ന് സമൂഹത്തിൽ പടർന്നു പിടിക്കുകയാണ്. കേവലം ഒരു താൽക്കാലിക ആനന്ദത്തിനോ കൗതുകത്തിനോ വേണ്ടി ലഹരിയിലേക്ക് എടുത്തുചാടുന്നവർ സ്വന്തം ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ഇന്ന് ലഹരി മാഫിയകളുടെ പ്രധാന ലക്ഷ്യം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളാണ്. സൗഹൃദങ്ങളുടെ മറവിലും കൗതുകത്തിന്റെ പേരിലും കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കുകയാണ്. പഠനത്തിൽ പിന്നോട്ടു പോവുക, പെരുമാറ്റത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരിക, വീട്ടുകാരോട് അകലം പാലിക്കുക എന്നിവയൊക്കെ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളിൽ കാണുന്ന പ്രധാന മാറ്റങ്ങളാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം നിയമപാലകരുടെ മാത്രം ചുമതലയല്ല. അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും ഒരുപോലെ ജാഗ്രത പുലർത്തണം. ലഹരിയോട് നോ പറയാനുള്ള ആർജവം ഓരോ വ്യക്തിയും വളർത്തിയെടുത്താൽ മാത്രമേ ആരോഗ്യകരവും സമാധാനപരവുമായ ഒരു നല്ല നാളെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കൂ. ഇതിനായി മാനന്തവാടി രൂപത വിദ്യാഭ്യാസ ഏജൻസി, മാനന്തവാടി രൂപത മദ്യവിമുക്ത സമിതി, കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മാതൃകാപരമായ ലഹരിവിരുദ്ധ മാസാചരണ പരിപാടിയാണ് ബിയോണ്ട് ദ ബസ്. യുവതലമുറയ്ക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുക, വിദ്യാർത്ഥികളെയും പൊതുസമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. താൽക്കാലികമായ ലഹരിക്കപ്പുറത്ത് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷവും സർഗാത്മകതയും കണ്ടെത്താൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന സന്ദേശത്തോടെ നടപ്പിലാക്കുന്ന ഈ ക്യാമ്പയിനെക്കുറിച്ച് മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ ഫാദർ സിജോ ഇളങ്കുന്നപ്പുഴ. പ്രിയമുള്ളവരെ, കേരള ചരിത്രത്തിൽ ഇന്നോളം നാം കണ്ടിട്ടില്ലാത്ത വിധത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് തൂഫാൻ എന്ന പേരിൽ നടത്തുന്ന വലിയ ലഹരി വേട്ട കേരളത്തിന്റെ പൊതുസമൂഹത്തിലും ഇന്ത്യയിലാകമാനവും വലിയ ജനശ്രദ്ധ നേടിയ ഒരു കാര്യമാണല്ലോ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെയും അത് കൈമാറ്റം ചെയ്യുന്നവരെയും അറസ്റ്റ് ചെയ്യുകയും ലഹരി വിപണന കേന്ദ്രങ്ങൾ തകർക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ലഹരി വേട്ടയ്ക്ക് സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെ മാനന്തവാടി രൂപതയുടെ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി ബിയോണ്ട് ദ ബസ് എന്ന പ്രൊജക്ടിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. തൂഫാനോട് ചേർന്ന് മാനന്തവാടി രൂപതയുടെ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഏതാണ്ട് 50ഓളം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യാമ്പസിനകത്തും പുറത്തും പൊതു ഇടങ്ങളിലുമൊക്കെ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത്. 1 മാസം ദൈർഘ്യമുള്ള വിവിധങ്ങളായ പദ്ധതികളാണ് വിദ്യാലയങ്ങളുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മുൻകാഴ്ചയോടും പുതിയ ചിന്തകളോടും പരസ്പരമുള്ള ഒത്തൊരുമയോടും കൂടി മാത്രമേ ലഹരി ഉപയോഗം എന്ന ആഗോള വിപത്തിനെ നേരിടാൻ നമുക്ക് കഴിയൂ എന്നാണ് ഈ വർഷത്തെ ലഹരി വിരുദ്ധ സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലഹരി മാഫിയ കൂടുതൽ സ്മാർട്ട് ആകുമ്പോൾ അതിനെ നേരിടാൻ അതിനേക്കാൾ ബുദ്ധിപരവും ആധുനികവുമായ പ്രതിരോധ മതിൽ തീർക്കാൻ നമുക്കൊക്കെ സാധിക്കേണ്ടതുണ്ട്. ഓരോ ജീവിതവും വളരെ വിലപ്പെട്ടതാണ്. മാതാപിതാക്കൾക്കും ഈ സമൂഹത്തിനും പുതിയ തലമുറയെക്കുറിച്ച് ഒട്ടനവധി വലിയ സ്വപ്നങ്ങളുമുണ്ട്. ആ സുന്ദരമായ ഭാവി ഏതെങ്കിലും ഒരു ലഹരി വസ്തുവിന് മുന്നിൽ തോറ്റുകൊടുക്കാനുള്ളതല്ല. എപ്പോഴും സുരക്ഷിതരായിരിക്കുക, തെറ്റായ വഴികളിലേക്ക് വിരൽ ചൂണ്ടുന്ന സൗഹൃദങ്ങളെ ധൈര്യത്തോടെ അകറ്റി നിർത്തുക, ലഹരിയുടെ താൽക്കാലിക ഹരങ്ങളോട് വേണ്ട എന്ന് പറയാനും സ്വന്തം ജീവിതത്തോട് വേണം എന്ന് പറയാനുമുള്ള ആർജവും ചങ്കൂറ്റവും നമുക്കുണ്ടാകട്ടെ. ബിയോണ്ട് ദ ബസ്. ലഹരി നൽകുന്ന ഉന്മാദത്തിനും താൽക്കാലികമായ സന്തോഷങ്ങൾക്കും അപ്പുറത്ത് ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതം ആനന്ദദായകമാകണമെന്നും ഈ പ്രോജക്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ ക്യാമ്പയിന്റെ ഭാഗമാകും. മാസാചരണത്തിന്റെ ഭാഗമായി തെരുവ് നാടകങ്ങൾ, ഫ്ളാഷ് മോബ് തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വിദ്യാലയങ്ങളിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. താൽക്കാലികമായ ലഹരികളിലല്ല,
മറിച്ച് അറിവിലും നന്മയിലുമാണ് യഥാർത്ഥ ആനന്ദം അടങ്ങിയിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികളെ ലഹരിയുടെ വിപത്തുകളിൽ നിന്ന് കാത്തുസൂക്ഷിക്കാൻ ഈ സംയുക്ത സംരംഭം വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. ഇനി ഈ ക്യാമ്പയിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് പ്രസിഡന്റ് സജിൻ ജോസാണ്. മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡും മാനന്തവാടി രൂപത ലഹരി വിരുദ്ധ സമിതിയും സംയുക്തമായി 2026 ജൂൺ 26 മുതൽ ജൂലൈ 26 വരെ ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ബിയോണ്ട് ദ ബസ് എന്ന പേരിൽ നടത്തപ്പെടുകയാണ്. വ്യക്തികളെയും കുടുംബത്തെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുവാനായി കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന ബൃഹത്തായ പരിപാടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ കേരള കാത്തലിക് ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ലഹരി വിരുദ്ധ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബിയോണ്ട് ദ ബസ് പ്രോഗ്രാം നടത്തിവരുന്നത്. ഇതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ വിവിധ പരിപാടികൾ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു വരുന്നു. വയനാട്, കണ്ണൂർ, മലപ്പുറം എന്നീ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മാനന്തവാടി രൂപത കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള 44 വിദ്യാലയങ്ങളിലെ 50,000-ൽ അധികം വിദ്യാർത്ഥികളും അവരുടെ അധ്യാപകരും രക്ഷിതാക്കളും ഒന്നു ചേർന്നാണ് ഈ ബിയോണ്ട് ദ ബസ് പരിപാടിയിൽ പങ്കുചേരുന്നത്. ബിയോണ്ട് ദ ബസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിവിധ ബോധവൽക്കരണ പരിപാടികൾ, വിവിധ മത്സരങ്ങൾ, ഫ്ലാഷ് മോബുകൾ, തെരുവ് നാടകങ്ങൾ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോളിൻ്റെ ലഹരിയിലാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ വരുന്ന ദിവസങ്ങളിൽ കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിലുള്ള ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ഫുട്ബോൾ മത്സരവും സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഏതു വിധേനയും ലഹരിയുടെ ഉപയോഗവും വിപണനവും കേരളത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തപ്പെടുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള ആളുകളുടെ പിന്തുണ കൂടി തേടുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ചേർന്ന് സഹകരിക്കുവാൻ വ്യാപാരികളും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ഡ്രൈവർമാരായി സേവനമനുഷ്ഠിക്കുന്നവരും മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം ഈ സംരംഭത്തിന് കൂട്ടായി നിന്ന് ലഹരിയെ ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കാമെന്ന് പറയുകയാണ്. ലഹരി തരുന്ന താൽക്കാലികമായ വിഭ്രാന്തികളല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിലെ സന്തോഷങ്ങളും ലക്ഷ്യങ്ങളുമാണ് വലുതെന്ന് വരും തലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ലഹരിയെ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ട് മാത്രമേ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. ബിയോണ്ട് ദ ബസ് ക്യാമ്പയിനെക്കുറിച്ച് സംസാരിക്കുന്നത് കബനിഗിരി സെന്റ് മേരീസ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഷേൽ റോബിൻ. മാനന്തവാടി രൂപത വിദ്യാഭ്യാസ ഏജൻസിയും മാനന്തവാടി രൂപത മദ്യ ലഹരി വിമുക്ത സമിതിയും ടീച്ചേഴ്സ് ഗിൽഡ് മാനന്തവാടി രൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ മാസാചരണ പരിപാടിയായ ബിയോണ്ട് ദ ബസ് ഒരു പരിപാടി മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കൂട്ടായ പ്രതിജ്ഞയാണ്. ഇന്ന് ലഹരി നമ്മുടെ സമൂഹത്തിനും യുവതലമുറയ്ക്കും വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്കൂളുകളിൽ ശക്തമായി സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം സ്കൂളുകൾ പഠനം മാത്രം നൽകുന്ന ഇടമല്ല, നല്ല മൂല്യങ്ങളും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ജീവിത പാഠശാലകളാണ്. ഒരു ബോധവൽക്കരണ ക്ലാസ്, ഒരു ക്വിസ് മത്സരം, ഒരു പോസ്റ്റർ, ഒരു സംവാദം, ഇവയെല്ലാം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയും. കുട്ടികളോട് ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ജീവിതത്തെ സ്നേഹിക്കാനും സ്വന്തം സ്വപ്നങ്ങളെ വിലമതിക്കാനും അവരെ പ്രാപ്തരാക്കുന്നത്. ബിയോണ്ട് ദ ബസ് എന്ന പേര് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ലഹരിയുടെ കണിക ആകർഷണത്തിനപ്പുറം സ്വപ്നങ്ങളും പ്രതീക്ഷകളും നേട്ടങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു ജീവിതമുണ്ടെന്നാണ്. നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ ചെയ്യാം. ലഹരിയില്ലാത്ത വിദ്യാലയത്തിനും ലഹരിയില്ലാത്ത യുവത്വത്തിനും ലഹരിയില്ലാത്ത സമൂഹത്തിനുമായി നമുക്ക് കൈകോർക്കാം. ലഹരിക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം ശിക്ഷയല്ല, ബോധവൽക്കരണവും സ്നേഹവും കരുതലുമാണ്. അതുകൊണ്ടാണ് ഇത്തരം മാസാചരണങ്ങൾക്ക് വലിയ പ്രസക്തിയുള്ളത്. നാം ഇന്ന് വിതയ്ക്കുന്ന ബോധത്തിന്റെ വിത്തുകൾ നാളെ ഒരു കുടുംബത്തെയും ഒരു സമൂഹത്തെയും ലഹരിയുടെ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്.
നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളും അധ്യാപകരുടെ സ്വപ്നങ്ങളും സമൂഹത്തിന്റെ പ്രത്യാശയും നിങ്ങളിലാണ്. ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം നിങ്ങളുടെ ഭാവിയെ ഇരുട്ടിലാക്കാൻ അനുവദിക്കരുത്. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, നല്ല ശീലങ്ങൾ വളർത്തുക, കായികവും കലാപരവുമായ പ്രവർത്തനങ്ങളിൽ സജീവമാവുക, ജീവിതത്തെ സ്നേഹിക്കുക. ഒത്തിരി സ്നേഹത്തോടെ കബനിഗിരി നിർമ്മല ഹൈസ്കൂളിൽ നിന്നും മിഷേൽ റോബിൻ. മനുഷ്യന്റെ ചിന്താശേഷിയെയും വിവേകത്തെയും മരവിപ്പിച്ച് അവനെ മൃഗതുല്യനാക്കി മാറ്റുന്ന ഒന്നാണ് ലഹരി. പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം എന്നിവയിൽ തുടങ്ങി ഇക്കാലത്ത് പരക്കെ കാണുന്ന മാരകമായ രാസലഹരികൾ വരെ ഇന്ന് നമ്മുടെ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേവലം ഒരു കൗതുകത്തിനോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ആണ് പലരും ഇതിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത്. എന്നാൽ പിന്നീട് അതിൽ നിന്നും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അവർ ആ ഇരുണ്ട ലോകത്ത് അകപ്പെട്ടു പോവുകയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് ഇന്ന് ലഹരി മാഫിയകൾ വലവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിലും വിദ്യാലയങ്ങളിലും കർശനമായ ജാഗ്രത ആവശ്യമാണ്. കൗതുകത്തിന്റെയോ സൗഹൃദങ്ങളുടെയോ പേരിൽ ചെന്നകപ്പെടുന്ന ഈ കെണിയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ അവരെ ചെറുപ്പം മുതലേ ലഹരിയോട് നോ എന്ന് ശക്തമായി പറയാൻ പ്രാപ്തരാക്കേണ്ടതുണ്ട്. ഇതിനായി മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സമൂഹത്തിനും വലിയ പങ്കുവഹിക്കാം. ഈയൊരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മാനന്തവാടി രൂപത വിദ്യാഭ്യാസ ഏജൻസിയും മാനന്തവാടി രൂപത മദ്യവിമുക്ത സമിതിയും കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ മാസാചരണ പരിപാടി ബിയോണ്ട് ദ ബസിനെ കുറിച്ചാണ് ഇന്ന് ഈ പരിപാടിയിലൂടെ പങ്കുവച്ചത്. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ ഈ ക്യാമ്പയിനിലൂടെ സാധിക്കട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ കേട്ടത് ബിയോണ്ട് ദ ബസ്, അണിചേരാം ലഹരിക്കെതിരെ. നിർവഹണം ഭാഗ്യലക്ഷ്മി. മധുരമലിയും സമതയൻ ലഹരി, പ്രണയക്കടലിൽ കണികയോളം വരില്ല മധുലഹരി. വേറെ എന്തിനു ഭാഗ്യലഹരി, ജീവിതം ലഹരി. വേദനപ്പുഴ നീന്തിടാനീ സൗഹൃദം ലഹരി. മാറ്റാം, വെടിഞ്ഞു പോകാം അരുതുവി